Welcome back, my dear students, on a new lecture on number theory. So, ഈ ലെക്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു പുതിയ ടൈപ്പ് ഓഫ് ഫംഗ്ഷനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. That function actually explicitly express the number of primes which is relatively prime to a particular number, which is called Euler-Phi function or Euler-Taussian function. So before discussing about Euler's phi function, let us discuss about relatively prime. Okay, രണ്ട് numbers a and b, two natural numbers a and b, are said to be relatively prime if the GCD is actually 1. അപ്പോൾ രണ്ട് നമ്പർ എ ആൻഡ് ബി റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയണമെങ്കിൽ അവ തമ്മിലുള്ള GCD 1 ആയിരിക്കണം. അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സിനും കോമൺ ആയിട്ട് 1 അല്ലാതെ ഒരു ഫാക്ടറും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സിനെയാണ് നമ്മൾ റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള പെയർ ഓഫ് നമ്പേഴ്സ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ലെറ്റ്സ് കൺസിഡർ 2 and 3. ഓക്കെ, 2 and 3. 2-നും 3-ക്കും ആകെ കൂടെ കോമൺ ആയിട്ടുള്ള ഒരേ ഒരു ഫാക്ടർ 1 മാത്രമാണ്. സോ വിച്ച് മീൻസ് GCD ഓഫ് 2 and 3 is equal to 1. So which means 2 and 3 are relatively prime. Okay. What about 2 and 4? 2 and 4 എടുക്കുമ്പോൾ GCD of 2 and 4. 2-നും 4-നും രണ്ട് ഫാക്ടേഴ്സ് കോമൺ ആയിട്ടുണ്ട്, which is 1 and 2. And the greatest common factor is 2, which is not equal to 1. So these are not 2 and 4, not relatively prime. Okay. What about 5 and 11? Prime numbers ആണ്. ഇവയ്ക്ക് രണ്ടിനും കോമൺ ആയിട്ട് ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ, which is 1. GCD of 5 and 11 is actually 1. So which means that 5 and 11 are relatively prime. Okay. So what about any two prime numbers? If P and Q are two prime numbers, then the only one factor which is common to both P and Q is 1. P-നും Q-നും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു ഫാക്ടർ എന്ത് മാത്രമാണ്? 1 മാത്രമാണ്. So which means that P and Q are relatively prime. So GCD of P and Q is equal to 1, which implies P and Q are relatively prime. So this is the idea of relatively prime. അപ്പോൾ രണ്ട് നമ്പേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആകണമെങ്കിൽ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് അവയ്ക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഒരേ ഒരു ഫാക്ടർ 1 മാത്രമേ ഉണ്ടാകാവൂ. 1 അല്ലാതെ ആ പെയർ ഓഫ് നമ്പേഴ്സിന് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, നൗ യൂസിങ് ദിസ് കൺസെപ്റ്റ് our objective is to find the number of natural numbers which are relatively prime to a particular number. ഒരു നമ്പർ n തരികയാണെങ്കിൽ എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എന്നിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള എത്ര ഇൻഡിജേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓയിലേഴ്സ് phi ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഓയിലേഴ്സ് phi ഫംഗ്ഷൻ is denoted as phi of n and it is defined as the Euler's phi function, phi of n, is the number of integers less than n which are relatively prime to n. It is denoted as phi of n. അതായത് ഒരു നമ്പർ നാച്ചുറൽ നമ്പർ n തരികയാണെങ്കിൽ എന്നിനെക്കാട്ടിലും ചെറുതായിട്ടുള്ളതും എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളതുമായിട്ടുള്ള നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സിന്റെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓയിലേഴ്സ് phi ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. യൂഷ്വലി we consider phi of 1 to be 1. ഓക്കെ, നമ്മളിത് phi of 1-നെ 1 എന്നാണ് നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്നത്. വാട്ട് അബൌട്ട് phi of 2? phi of 2 എടുക്കുമ്പോൾ 2-നെക്കാട്ടിലും ചെറുതായിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, 2-നെക്കാട്ടിലും ചെറുതായിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് 1 മാത്രമാണ്. 1-ഉം 2-ഉം തമ്മിലുള്ള GCD എടുക്കുമ്പോൾ 1 കിട്ടും. സോ 1 is relatively prime to 2. So the number of integers which are relatively prime to 2 is 1. What about 3? ഓക്കെ, phi of 3 എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 3-യെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഇൻറ്റീജേഴ്സ് 1 and 2 ആണ്. 1-ഉം 3-യും തമ്മിലുള്ള GCD 1 ആണ്.
2ഉം 3ഉം തമ്മിലുള്ള GCD 1 ആണ്. സോ ഈ രണ്ട് നമ്പേഴ്സും റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ ദ നമ്പർ ഓഫ് ഇന്റീജേഴ്സ് വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ഈസ് ആക്ച്വലി 2. വാട്ട് അബൌട്ട് 5 ഓഫ് 4? 4-നെക്കാട്ടിലും ചെറുതായിട്ടുള്ള നമ്പേഴ്സ്. 4-നെക്കാട്ടിലും ചെറുതായിട്ടുള്ള നമ്പേഴ്സ് 1, 2 and 3. ഓക്കെ, ഇനി എടുക്കുകയാണ്. 1ഉം 4ഉം തമ്മിലുള്ള GCD 1 ആണ്. 2ഉം 4ഉം തമ്മിലുള്ള GCD 2 ആണ്. 3ഉം 4ഉം തമ്മിലുള്ള GCD 1 ആണ്. സോ ഈ 1ഉം 3ഉം ഈ രണ്ട് നമ്പേഴ്സ് 4ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ ദ നമ്പർ ഓഫ് ഇന്റീജേഴ്സ് വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ടു 4 ഈസ് ആക്ച്വലി 2. Okay, so this is the idea. So this is what relatively prime means. This is what Euler's Gaussian function means. Now we can have a simple observation. നമ്മൾ n is equal to prime ആകുമ്പോൾ, when n is prime, what is the value of phi of n? Can you generalize something like that? Let us check for some example. n is equal to 2 ആയപ്പോൾ phi of n is equal to 1 എന്ന് കിട്ടി. n is equal to 3 ആകുമ്പോൾ phi of n is equal to 2 എന്ന് കിട്ടി. n is equal to 4 ആകുമ്പോൾ n is equal to 5 ആകുമ്പോൾ phi of n is equal to we get 4. കാരണം 5-നെക്കാട്ടും ചെറുതായിട്ടുള്ള ഇന്റീജേഴ്സ് 1, 2, 3, 4 ഇവയെല്ലാം 5ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണ്. ഓക്കെ, സോ വിച്ച് മീൻസ് നമ്പർ ഓഫ് ഇന്റീജേഴ്സ് ഈസ് ആക്ച്വലി 4. സോ ഇവിടെ നിന്നെല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു. n 2 ആയപ്പോൾ answer is 2 minus 1. In 3 ayapol, answer is 3 minus 1. In 5 ayapol, answer is 5 minus 1. So can you say that phi of n is equal to n minus 1 whenever n is prime? And can the reverse part holds? That phi of n is equal to n minus 1 ആകുമ്പോൾ n prime ആണെന്ന് പറയാൻ പറ്റുന്നു. These are the two things which you need to establish. n prime number ആകുമ്പോൾ phi of n n minus 1 ആണോ, തിരിച്ച് phi of n n minus 1 ആകുമ്പോൾ n prime number ആണ്. Can you say something like that? This is what we are going to establish. So the result is phi of n is equal to n minus 1 if and only if n is prime. അതായത് n prime ആണെങ്കിൽ phi of n ന്റെ വാല്യൂ n minus 1 ആണ്. phi of n ന്റെ വാല്യൂ n minus 1 ആണെങ്കിൽ n prime ആണ്. ഫസ്റ്റ് നമുക്ക് അസ്യൂം ചെയ്യുക. ഇനി രണ്ട് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് we have to prove that phi of n is equal to n minus 1 ആണെങ്കിൽ n is prime. And the reverse part is n is equal to prime anagil phi of n is equal to n minus 1. So these are the two things which we need to establish. So the proof is, so assume that n is prime. n prime ആണെന്ന് assume ചെയ്യുക. Okay, n prime ആണെന്നുണ്ടെങ്കിൽ n ന്റെ ഫാക്ടേഴ്സ് 1ഉം n മാത്രമാണ്. Okay, the factors of n are 1, n. Okay, and every integer less than n is less than n is relatively prime to n. n-നെക്കാട്ടിലും ചെറുതായിട്ടുള്ള എല്ലാ ഇന്റീജേഴ്സും n-ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. കാരണം n-ന്റെ ആകെക്കൂടെയുള്ള ഫാക്ടേഴ്സ് 1ഉം n-ഉം മാത്രമാണ്. n-നെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഒരു നമ്പർ എടുക്കുക, a എന്ന് പറഞ്ഞ നമ്പർ എടുക്കുക. ഇതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം a എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ n ആണ്. n-നെക്കാട്ടിലും ചെറിയ ഒരു നമ്പറിനെയും നമുക്ക് n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അൺലെസ് ദാറ്റ് നമ്പർ ഈസ് 0. നമ്മൾ 0 കൺസിഡർ ചെയ്യുന്നു. Then the only possibility is both number has only one factor which is 1. അതുകൊണ്ടാണ് n-നെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഏത് നമ്പരും n-ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞത് whenever n is prime. അപ്പോൾ n പ്രൈം ആണെങ്കിൽ n-ന് ആകെക്കൂടെ രണ്ട് ഫാക്ടേഴ്സേ ഉണ്ടാകത്തുള്ളൂ, 1ഉം n-ഉം. n-നെക്കാട്ടിലും ചെറിയ ഏത് നമ്പറിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദ ഓൺലി പോസിബിലിറ്റി ഓഫ് factors for a and n is 1. So which means GCD of a and n is equal to 1 for all a less than. Okay, a കാട്ടിലും ഓക്കെ ഏത് പോസിറ്റീവ് ഇൻറ്റീജർ എ എടുത്തെന്ന് പറഞ്ഞാലും എയുടെ വാല്യൂസ് എയും എന്നുമായിട്ടുള്ള GCD എപ്പോഴും 1 കിട്ടും. ഇനിയും 1 തൊട്ട് n minus 1 വരെയുള്ള എല്ലാ നമ്പേഴ്സും എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണ്. ഓക്കെ, അങ്ങനെയുള്ള നമ്പേഴ്സിന്റെ എണ്ണമാണ്
phi of n എന്ന് പറയും. So which means that 1, 2, 3, etc. n minus 1 are what? Relatively prime to n. എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണ്. ഓക്കെ, സോ ഈ നമ്പേഴ്സ് എല്ലാം റിലേറ്റീവ്ലി പ്രൈം ആണ് ടു എന്നാണ്, എന്ന് പ്രൈം ആകുമ്പോൾ. സോ ഇവയെല്ലാം ലെസ് ദാൻ എന്നുമാണ്. സോ ദ നമ്പർ ഓഫ് integers which are relatively prime to n is actually n minus 1. That is phi of n is equal to n minus 1. So the idea comes from the simple fact that n prime ആണെങ്കിൽ ഇതിന് രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ, 1 and n, and every integer less than n is relatively prime to n since എന്നിനെക്കാട്ടും ചെറിയ നമ്പേഴ്സിനും കോമൺ ആയിട്ട് n ഫാക്ടർ ആകില്ല. So the only common factor which is common to both of them should be equal to 1, which means that GCD of a and n is equal to 1 whenever a is less than n. So 1, 2, 3, etc. n minus 1 are relatively prime to n. Total n minus 1 integers are there. So phi of n is equal to n minus 1. So the first part is done. Now conversely, assume that phi of n is equal to n minus 1. We have to prove that n is prime. n prime ആണെന്ന് പ്രൂവ് ചെയ്യണം. If possible, let n is composite. പ്രൈം അല്ല, കോമ്പോസിറ്റ് ആണ്. phi of n is equal to n minus 1. n കോമ്പോസിറ്റ് ആണെങ്കിൽ ഇതിനൊരു ഡിവൈസർ ഉണ്ട്. Then n has a divisor, let's say d, and 1 less than d less than n. 1നും n ഇടയ്ക്ക് എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പർ എങ്കിലും ഉണ്ടായിരിക്കും, ഒരു ഡിവൈസ് എങ്കിലും ഉണ്ടായിരിക്കും. കാരണം n കോമ്പോസിറ്റ് ആണ്, പ്രൈം നമ്പർ അല്ല. ഓക്കെ, which means that consider the numbers 1, 2, 3, etc. n. ഇപ്പോൾ ഡിയുടെ വാല്യൂ ഇൻ ബിറ്റ്വീൻ n and 1 ആണ്. ഓക്കെ, സോ among these n integers, 2 of them, namely n and d, are not relatively prime. കാരണം ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഡി എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് എടുത്തു എന്നിൻ്റെ. സോ 1 × n ഇടയ്ക്കാണ് ഡി, ആൻഡ് ഡി ഡിവൈഡ്സ് എൻ ആൻഡ് ഡി ഡിവൈഡ്സ് ഡി. ഓക്കെ, സോ എന്നിൻ്റെ ഇപ്പം ഡി ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ഡി എന്നിനെ ഡിവൈഡ് ചെയ്യുന്നു, ഡി ഡിയെ ഡിവൈഡ് ചെയ്യുന്നു. സോ വിച്ച് മീൻസ് GCD ഓഫ് എൻ ആൻഡ് ഡി എടുക്കുമ്പോൾ വിച്ച് ഈസ് മിനിമം ഡി എങ്കിലും ആകും. ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ഇൻറ്റീജേഴ്സ് മിനിമം ഡി എങ്കിലും ആകും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1, വിച്ച് മീൻസ് ദാറ്റ് എന്നും ഡിയും എന്തല്ല, റിലേറ്റീവ്ലി പ്രൈം അല്ല. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് അപ്പോൾ 1, 2, 3 എക്സെട്ര n ഇൻറ്റീജേഴ്സ് എടുത്തു, ഇതിനകത്ത് 2 എണ്ണമെങ്കിലും എന്തല്ല, റിലേറ്റീവ്ലി പ്രൈം അല്ല. സോ റിലേറ്റീവ്ലി പ്രൈം ആകാൻ സാധ്യതയുള്ള ഇൻറ്റീജേഴ്സിൻ്റെ എണ്ണം, സോ phi of n should be less than or equal to n minus 2. കാരണം ഇവിടെ ടോട്ടൽ n ഇൻറ്റീജേഴ്സ് ഉണ്ട്, 2 എണ്ണം റിലേറ്റീവ്ലി പ്രൈം അല്ല, അപ്പോൾ ആ 2 എണ്ണം ഒഴിവാക്കി, ബാക്കി n minus 2 എണ്ണമാണ്. സോ ഈ n minus 2 ഇൻറ്റീജേഴ്സ് മാത്രമേ എന്നുമായിട്ട് എന്താകാൻ സാധ്യതയുള്ളൂ, റിലേറ്റീവ്ലി പ്രൈം ആകാൻ സാധ്യതയുള്ളൂ. കാരണം ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പറാണ്, അത് എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ല, കാരണം ഡി ഡിവൈഡ്സ് എൻ. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് നമ്മളിപ്പോൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട് phi of n is equal to n minus 1. സോ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. സിൻസ് എന്താണ് phi of n is equal to എന്താണ് നമ്മൾ എടുത്തത്, n minus 1. ഇവിടെ phi of n minus 2-നെക്കാട്ടിലും ചെറുതാണ്, which is not a possible. So which means our assumption is wrong. So our assumption is wrong. നമ്മുടെ അസംഷൻ എന്താണ്, n കോമ്പോസിറ്റ് ആണെന്നുള്ളതാണ് എൻ്റെ അസംഷൻ. സോ n കോമ്പോസിറ്റ് അല്ല, വിച്ച് മീൻസ് n is prime. സോ 2 പാർട്ടുമായി.
സോ എന്ന് പ്രൈം നമ്പർ ആണെങ്കിൽ ഫൈ ഓഫ് എൻ്റെ വാല്യൂ n-1 ആണ്. ഫൈ ഓഫ് എൻ്റെ വാല്യൂ n-1 ആണെങ്കിൽ എന്ന് പ്രൈം നമ്പറുമാണ്. സോ ദിസ് ഈസ് ആക്ച്വലി എ ടെസ്റ്റ് ഫോർ ചെക്കിംഗ് വെദർ എ നമ്പർ ഈസ് പ്രൈം. കാരണം ഇപ്പോൾ ഒരു നമ്പർ എടുത്തു, ഫൈ ഓഫ് n ഈസ് ഈക്വൽ ടു n-1 ആണ്, ഉറപ്പായിട്ടും ആ നമ്പർ പ്രൈം ആണ്. ഫൈ ഓഫ് n എന്തല്ലെങ്കിൽ n-1 അല്ലെങ്കിൽ അതൊരിക്കലും എന്താകില്ല, പ്രൈം ആകില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദി ഐഡിയ.